നമസ്കാരം. ഞാൻ ഒരു കാര്യം പറയാനായിട്ട് വന്നതാണ്. ഞാനങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ അങ്ങനെ അധികമൊന്നും വൈറലായിട്ടില്ല. ഞാൻ സോഷ്യൽ മീഡിയയിൽ അധികം അങ്ങനെ വന്നിട്ടുമില്ല. വളരെ കുറവ് ആയിട്ടുള്ള രീതിയിലുള്ള എൻ്റെ വീഡിയോസ് ആണെങ്കിൽ പോലും ഞാൻ വളരെ കുറവാണ്. ഫേസ്ബുക്കിലും ഒക്കെ ഫോട്ടോസൊക്കെ ഇടും. അതുപോലെ തന്നെ ഫോട്ടോസും പിക്ചറും ഒക്കെ അല്ലാതെ വേറെ മറ്റൊന്നും ഞാൻ അങ്ങനെ അധികം ഇടാറില്ല. പക്ഷേ ആദ്യമേ തന്നെ ഞാനൊരു കാര്യം പറയട്ടെ. ഞാനൊരു സാധാരണക്കാരനാണ്. എനിക്ക് എൻ്റെ ഹിപ്പ് റീപ്ലേസ്മെൻറ്റ്സ് ചെയ്താണ്. ഹിപ്പ് റീപ്ലേസ്മെൻറ്റ് ചെയ്ത് സർജറി ചെയ്ത് അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് എൻ്റെ തൊഴിൽ ലോട്ടറി കച്ചവടമാണ്. എൻ്റെ സർജറിക്ക് ശേഷമാണ് ഞാൻ ഈ ലോട്ടറി കച്ചവടം തുടങ്ങിയത്. കാരണം ഡോക്ടർ പറഞ്ഞ മറ്റ് ഭാരിച്ച പണികളൊന്നും ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ലളിതമായിട്ടുള്ള എന്തെങ്കിലും ജോലികൾ ചെയ്ത് ജീവിക്കുക. ഭാരിച്ച പണികൾ, ഒത്തിരി വെയിറ്റുള്ള പണികളൊന്നും ചെയ്യാൻ പാടില്ല. ഓടി ഉള്ള വർക്കുകൾ, ഒരുപാട് സ്റ്റെപ്പുകൾ കയറിയുള്ള വർക്കുകൾ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇപ്പം എൻ്റെ ലോട്ടറി കച്ചവടം ചെയ്താണ് ഞാനിപ്പം ജീവിതമാർഗം മുന്നോട്ട് നയിക്കുന്നത്. അപ്പം ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വീഡിയോസ് കാണും. ഒരുപാട് ആൾക്കാരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒരുപാട് ആൾക്കാർ സഹായിക്കുന്നതും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഞാൻ കാണാറുണ്ട്. അപ്പം ഞാനിതിൽ കൂടുതലും എൻ്റർടൈൻമെൻറ്റാണ്. നമ്മുടെ ഈ മൊബൈൽ അതിനകത്ത് നല്ലതുമുണ്ട് ചീത്തയുണ്ട്. ഒരുപാട് വിമർശനങ്ങൾ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സമൂഹം ഒരിക്കലും നല്ലത് അംഗീകരിക്കാൻ തയ്യാറല്ല. കാരണം ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇതിനകത്ത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സമൂഹം ഒരു 25% ആൾക്കാരും നല്ലത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 75% ആൾക്കാരും നേരെ നെഗറ്റീവാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ എനിക്കും അതിനൊരു ഉത്തരവില്ല. എന്തിനാണ്? കാരണം നമ്മൾ നല്ലത് ചിന്തിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് നല്ലൊരു വ്യക്തിയാകാൻ സാധിക്കുന്നത്, നമുക്ക് നല്ലത് ജീവിതത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നത്. നമ്മുടെ ലോകം തന്നെ ഇന്ന് ഒരുപാട് അധപ്പതിച്ചു പോയി. കാരണം മാതാപിതാക്കളെ ഉപദ്രവിക്കുകയും മാതാപിതാക്കളെ അതുപോലത്തെ രീതിയിൽ തെരുവുകളിൽ ഇറക്കി വിടുകയും അനാഥാലയത്തിൽ അല്ലെങ്കിൽ വൃദ്ധസദനത്തിൽ കൊണ്ടാക്കുകയും, നമുക്ക് ജന്മം നൽകിയ മാതാപിതാക്കളെന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും വലുതാണ്. കാരണം നമ്മൾ എന്തെങ്കിലും ആയി തീർന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ മാതാപിതാക്കളുടെ ഗുണം കൊണ്ടും കഴിവുകൊണ്ടുമാണ്. കാരണം നമുക്ക് ഇന്ന് സംസാരിക്കാനും നമുക്കതുപോലെ പ്രവർത്തിക്കാനും നമുക്ക് ആരോഗ്യവും നമുക്ക് ഇന്ന് തണ്ടും തടിയും അതുപോലെ നമ്മൾ എന്ത് ആഗ്രഹിച്ചാൽ നേടാൻ സാധിക്കുന്നു, അതൊന്നും നമ്മുടെ ഗുണം കൊണ്ടൊന്നുമല്ല.